ബിഷപ്പ് ഹൗസിന് മുന്നിൽ സിനഡ് കുർബാന അർപ്പിച്ച വൈദികരെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, കഴിഞ്ഞ ദിവസവും ഒരു ദേവാലയത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ഇതിപ്പോൾ എങ്ങനെയാണ്? പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? ഇനി എതിർഭാഗവും സംഘടിക്കുന്നുണ്ടോ? സംഘർഷ സാഹചര്യമാണോ? ദിവിഷ്, സിറോ മലബാർ സഭയിൽ ഈ കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം കഴിഞ്ഞ കുറേ നാളുകളായി തുടങ്ങിയിട്ട് അതിനുശേഷം നേരത്തെ മാർപ്പാപ്പയുടെ പ്രതിനിധി സിറിൽ വാസിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഡിസംബർ മുതൽ ഏകീകൃത കുർബാന ക്രമം നടപ്പാക്കണമെന്ന്. അതിന് ചുവട് പിടിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പും ഒരു സർക്കുലർ ഇറക്കി. ഡിസംബർ 25 മുതൽ ഏകീകൃത കുർബാന ക്രമം നടപ്പാക്കി തുടങ്ങണമെന്ന്. അതിന് ആ ഘട്ടത്തിൽ ഒരു കുർബാന ആ നിലയിൽ നടപ്പാക്കി. പക്ഷേ അതിനുശേഷം വീണ്ടും ജനാഭിമുഖ കുർബാനയിലേക്ക് കാര്യങ്ങൾ പോയി. ഇതേ തുടർന്ന് വലിയ തർക്കങ്ങളുണ്ടായി. എന്തായാലും ഇപ്പോൾ സിനഡ് കുർബാന അനുകൂലികളാണ് ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. എന്താണ് പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം? കഴിഞ്ഞ ക്രിസ്മസ് രാത്രി മുതൽ സീറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ 34ലും നടപ്പിലാക്കിയിട്ടുള്ള ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കണമെന്നുള്ളത് മാർപ്പാപ്പയുടെ കൽപ്പനയുണ്ടായിരുന്നു. ആ കൽപ്പന നടപ്പിലാക്കുന്നതിന് വേണ്ടി മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടുള്ള പേപ്പർ ഡെലിഗേറ്റ് മാർ വാസിൽ പിതാവ് സിൽവാസിൽ പിതാവ് ഇവിടെ വന്ന് അഡ്മിനിസ്ട്രേറ്ററുമായിട്ടും ക്യൂരിയുമായിട്ടും ഇവിടുത്തെ വൈദികരും വിശ്വാസികളുമായിട്ടെല്ലാം സംസാരിച്ചു. ക്രിസ്മസ് രാത്രി മുതൽ ആ കുർബാന നടപ്പാക്കാമെന്ന് അവർ ഉറപ്പ് നൽകിയതാണ്. എന്നാൽ കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിലെ ഒരു കുർബാന മാത്രം ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ട് മാർപ്പാപ്പയുടെ കൽപ്പന പിറ്റേ ദിവസം മുതൽ സഭ നിരോധിച്ച ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ കൽപ്പനയെ പരസ്യമായി ലംഘിക്കുകയായിരുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ ആവശ്യം എന്താണ് ഇപ്പോൾ പ്രധാനമായും? മാർപ്പാപ്പയുടെ കൽപ്പന അനുസരിച്ച് ഏകീകൃത കുർബാന ബലി ഈ അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളും ചൊല്ലുന്ന വൈദികർക്ക് സംരക്ഷണം നൽകുവാൻ അഡ്മിനിസ്ട്രേറ്റർ തയ്യാറാകണം. അത് തയ്യാറാകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ഞങ്ങൾ വിശ്വാസികൾ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്ററും ക്യൂരി അംഗങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു തീരുമാനമാകുന്നതുവരെ ഇവിടെ തന്നെ തുടരാനാണോ? തീരുമാനമാകുന്നതുവരെ വേണ്ടി വന്നാൽ ഇവിടെ തന്നെ തുടരും. ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അനുഭാവികളെ എല്ലാവരും വിളിച്ചുകൂട്ടി അടുത്ത തീരുമാനം എടുത്തിട്ട് ഇത് തുടരണോ, ഇന്ന് അത് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. 25-ാം തീയതി തുടർന്നുള്ള എല്ലാ കുർബാനയും സിനഡ് കുർബാന വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതും മാർപ്പാപ്പ ആവശ്യപ്പെട്ടതും അങ്ങനെയാണ്. അത് ആ തീരുമാനത്തെ വളച്ചൊടിച്ചുകൊണ്ട് ആണ് ഇവർ ഒരു കുർബാന ചൊല്ലി അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അകത്ത് ബിഷപ്പുമായി സംസാരിക്കുന്നുണ്ട് ഇവരുടെ പ്രതിനിധികൾ. ഇതോടൊപ്പം തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് ഈ അതിരൂപത ആസ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും മറുവിഭാഗവും ഒരുപക്ഷെ സംഘടിച്ചെത്തിയേക്കാമെന്ന സൂചനകളൊക്കെയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പോലീസ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അകത്ത് ബിഷപ്പുമായി ബന്ധപ്പെട്ടവർ സംസാരിക്കുന്നുണ്ട്. ഏകീകൃത കുർബാന അത് മാർപ്പാപ്പ നിർദ്ദേശിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അതെന്തായാലും നടപ്പാക്കിയേ തീരൂ എന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഇതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിന് ഇപ്പോഴും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്നതാണ് പ്രധാനമായും വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്.